ഞാൻ ചെയ്തിട്ടുള്ള അവർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏക തെറ്റെന്ന് പറയുന്നത് ഞാൻ ആരുടെയും പേര് പറഞ്ഞു, ഏതെങ്കിലും പാർട്ടിയെ പറഞ്ഞു, അങ്ങനെ ഒന്നും ഞാൻ ആരെയും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നതും ഒരു അഭിപ്രായം പറയുന്ന സ്ത്രീയൊക്കെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വില്ലത്തികൾ എന്ന് പറയുന്നത്. കാര്യം എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ബോധ്യമുള്ള ഒരാളാണ്. മനഃപൂർവ്വം ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ മനഃപൂർവ്വം ഒരാളെയും ദ്രോഹിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പം നേരത്തെ പറഞ്ഞ ഒരുപാട് റിസ്ക് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പം കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര വലിയ റിസ്കിലൂടെയാണ് അല്ലേ? കാരണം ഒത്തിരി പേരുകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി എനിക്ക് സൈബർ ബുള്ളിങ് ഒക്കെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് റിനി എന്ന് പറയാം. ശരിക്കും ആ ഒരു ജേണി എങ്ങനെ തരണം ചെയ്തു? സൈബർ ബുള്ളിങ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജേർണി ഭയങ്കര ടഫായിട്ടുള്ള ജേർണിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ച് അത്യാവശ്യം നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതായത് ഒരു പെൺകുട്ടി വന്ന്, ഒരു സ്ത്രീ വന്ന് അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒരു സമൂഹമല്ല, അല്ലെങ്കിൽ എല്ലാവരും എന്നല്ല, പക്ഷെ ഒരുപാട് പേര് അതിനെ കളിയാക്കാൻ. ഇപ്പോൾ ഒരു പുരുഷൻ വന്ന അഭിപ്രായം പറയുമ്പോൾ, ഈവൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും, ഒരു പുരുഷൻ അഭിപ്രായം പറയുമ്പോൾ ആളുകൾ എതിർത്ത് പറഞ്ഞാൽ പോലും പുരുഷൻ അഭിപ്രായം പറയാനുള്ള ഒരു അവകാശം ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ് സമൂഹം കാണുന്നത്. പക്ഷെ ഒരു സ്ത്രീ അഭിപ്രായം പറയുമ്പോൾ, അതിപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും, ഇപ്പം നമുക്കറിയാം ചില കൊച്ചുകുട്ടികളെ പോലും ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നതും ഒരു അഭിപ്രായം പറയുന്ന സ്ത്രീയൊക്കെയാണ് ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ വില്ലത്തികൾ എന്ന് പറയുന്നത്, തൻ്റേടികൾ എന്ന് പറയും. അതേസമയം ഒരു റേപ്പ് ചെയ്യുന്ന ഒരാൾക്കോ ഒരു കൊലപാതകിക്കോ പോലും കിട്ടാത്ത അത്രയും കുത്തുവാക്കുകളും ചീത്തവിളികളുമാണ് ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചതിൻ്റെ പേരിൽ നമ്മൾ സ്ത്രീകൾ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ ചെറുപ്പം തുടങ്ങി ഞാൻ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ഒക്കെ പലരും ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ ഫേസ് ചെയ്ത്, എൻ്റെ കോളേജ് ലൈഫിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിതൊന്നും ഒരു കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ ഞാനായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള അവർക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏക തെറ്റെന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി മോഡേണായി ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതെൻ്റെ സ്വാതന്ത്ര്യമാണ്, ഞാൻ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ഞാനൊരാളെ ദ്രോഹിച്ചിട്ടില്ല. ഞാനൊരാളെ മനഃപൂർവ്വം ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉടനീളം ഞാൻ മനഃപൂർവ്വം ഒരാളെയും ദ്രോഹിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. ഈവൻ ഞാൻ ഈ ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ച് ഉണ്ടായൊരു സംഭവത്തിൽ പോലും ഞാൻ ആരുടെയും പേര് പറഞ്ഞു, ഏതെങ്കിലും പാർട്ടിയെ പറഞ്ഞു, അങ്ങനെ ഒന്നും ഞാൻ ആരെയും ദ്രോഹിക്കാത്തൊരു വ്യക്തിയാണ്. എന്നിട്ടും ഒരുപാട് കുത്തുവാക്കുകൾ ചെറുപ്പം തുടങ്ങി കേൾക്കേണ്ടി വരുന്നുണ്ട്. അതിന് കാരണം ഇതാണ്, ഞാൻ ബോൾഡാണ്, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പേടിക്കുന്നില്ല. അങ്ങനെയുള്ള പെൺകുട്ടിയെ ഈ സമൂഹം പൊതുവിൽ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 9 Months കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിക്കാനൊരു ചാൻസ് കിട്ടി. അങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുന്നു. ആ മൂവിയിലേക്ക് കാസ്റ്റ് ചെയ്തത് ആരായിരുന്നു? ശരിക്കും എങ്ങനെ ആ മൂവിയിലേക്ക് എത്തിയത്? ആക്ച്വലി ഞാൻ അതിൻ്റെ ഇടയിൽ ആഡ്സിൽ അഭിനയിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഡ് ഷൂട്ടിൻ്റെ ഇടയിൽ ടിനി ടോം ചേട്ടനെ പരിചയപ്പെടാൻ സാധിച്ചു. ആ സമയത്താണ് ഈ ഒരു മൂവി കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയം. അപ്പോൾ എന്നെ ടിനി ചേട്ടനാണ് ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരെൻ്റെ ഫോട്ടോസും പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കും എൻ്റെ ക്യാമറയുടെ മുന്നിലുള്ള എൻ്റെ പ്രസൻറ്റേഷനും എല്ലാം നോക്കിയിട്ട് അവരെന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആ മൂവിയിലേക്ക് ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒരുപാട് മൂവീസൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റു ക്വസ്റ്റ്യനിലേക്ക് പോവാം.